ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് മന്തീൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ 1.5 കിലോ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മന്തി മസാലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് സ്പൈസസ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെന്ത് വന്ന ബീഫ് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് കളർ മാറി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചോറ് വെക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കവും സവാളയും സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെന്ത് വന്ന സവാളയിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് മാഗി ക്യൂബും പിന്നെ ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീഫ് വേവിച്ച സമയത്തുള്ള കുക്കറിലുള്ള ഗ്രേവി ഉണ്ടാവും. ആ ഗ്രേവിയും ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബാക്കി ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മന്തി മസാല കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ അരിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി വെന്ത് വന്ന ചോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മന്തി മസാല കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് കനൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പുകയിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. പുക ഒട്ടും പുറത്ത് പോകാണ്ട് കവർ ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതേപോലെ തന്നെ കൃത്യമായ അളവുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.